ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. പാത്തുവിന്റെ അടുത്തൊക്കെ പോയി വെക്കുമ്പോ അവരൊക്കെ കോട്ടിട്ട് പോവാൻ നിൽക്കാൻ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? ഇത് കോട്ടിട്ട് പോകാൻ പറ്റില്ലോ എന്നുള്ളൊരു ജാടയാണ്. നിങ്ങളിപ്പോൾ പാത്തുവിനോ ഞങ്ങളും ഇറങ്ങിയിട്ടാ. ഞങ്ങൾ ഇറങ്ങിയ പകുതി എത്തുമ്പോഴത്തേനും പാത്തും ഫ്രണ്ട്സും കൂടി നടന്നു പോകുന്നത് കാണുന്നു. കോട്ടില്ലാത്തതുകൊണ്ട് കുട പിടിച്ചിട്ടാട്ടോ വണ്ടി പോകുന്നത് ഭയങ്കര റിസ്ക്. ഞങ്ങളോട് പിന്നെ പതുക്കെ പോകാൻ പറയുമ്പോൾ ഓന്റെ പതുക്കെ 50 ആയിരുന്നു സ്പീഡ്. ഫിസ്റ്റിലെത്തിയപ്പോൾ വളരെ നെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചോദ്യങ്ങൾ മാത്രം ബാക്കി. റിസു എന്തിനു നേരത്തെ കുറ്റിയടി ക്യാൻസൽ ആയത്ര മഴ കാരണം? കുഴപ്പമില്ല, എന്നോട് താഴ്ന്ന് ചായ അടിച്ചോന്ന് സാറ്. പിന്നെ പതിവ് പോലെ നമ്മൾ വർക്കിന് ഇരുന്നിട്ട് പാവം റീസ് ചായ അടിക്കാണ്ടിരിക്കുന്ന ക്ഷീണമാണ് നിങ്ങളാ കാണുന്നത്. പിന്നെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. എന്ത് നടന്നില്ലെങ്കിലും കറക്റ്റ് 1 മണിക്ക് ഫുഡ് കഴിക്കാനിരിക്കട്ടെ. ഫുഡ് കഴിച്ചാലല്ലേ ഊർജ്ജം കിട്ടും. ഫുഡിനോടുള്ള ആർത്തി കൊണ്ടൊന്നും ഒരു വെറൈറ്റിക്ക് നമ്മൾ മിസ്റ്റർ ബീൻ ആട്ടോ. അങ്ങനെ പിന്നെ 5 മണിയായപ്പോൾ നമ്മൾ ലാപ്പൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങും. നമുക്ക് പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നൊരു ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടിണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഷർട്ട് എടുക്കാനായിട്ട് നമ്മളൊരു ഷോപ്പിൽ പോയിട്ടുണ്ട്. ബ്രാൻഡഡ് ഷർട്ട് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ ബ്രാൻഡ് നോക്കി ഇറങ്ങിയതാണ്. പക്ഷെ ഫസ്റ്റ് ഷോപ്പിൽ നമുക്ക് കിട്ടി. പിന്നെ നമുക്കൊരു പ്രതീക്ഷിച്ച് നമ്മൾ നടത്തത്തിനൊടുവില്ല അവസാനം നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടോ കസ്റ്റമറിന്. അങ്ങനെ ആൾക്ക് ലൈക്കായ ഷർട്ടായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഷർട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ക്രാഫ്റ്റിന്റെ ഷോപ്പിൽ നിന്ന് പിന്നെ ബാക്കി ഹാമ്പേഴ്സിനുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പളത്തി കഴിഞ്ഞാൽ 3-4 ക്രാഫ്റ്റിന്റെ ഷോപ്പിൽ കയറലാട്ടോ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത്യാവശ്യം ടൈം വീട്ടിലെത്താറായിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണല്ലോ എന്ന് ചീത്ത കേൾക്കേണ്ടി വരുമെന്ന്. കാരണം നേരം വയ്ക്കാൻ ഉമ്മ ടെററാണ്. അങ്ങനെ പിന്നെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് സെറ്റ് ചെയ്യാനായിട്ട് ഇരുന്നുണ്ടായിരുന്നിട്ട് ഒരു 10 മണിക്ക് ശേഷം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എൻ്റെ കാണാൻ ഉറങ്ങണില്ലേ? ഇതാരാ കയ്യില്? കുട്ടി കരയുന്നുണ്ടാ? പോയി ഉറങ്ങിക്കോ. പോയി കിടന്നോ അനു. എന്റെ കുട്ടിനെ കളി കഴിഞ്ഞില്ല. പോയി കിടന്നോന്ന് പോയി കിടന്നു. ഞാൻ ലേറ്റ് ഇട്ടുകൊണ്ട് ഓളിൻ്റെ പിന്നാലെ തന്നെയാണ്. പിന്നെ ഓൾ ഉറങ്ങില്ല വെച്ചിട്ട് ഞാൻ അന്നത്തെ പണി സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കി ഉണ്ടായിരുന്നു.